നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് പ്രപ്പ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ PSC പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഭരണഘടന ചോദ്യങ്ങളിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എസ്പെഷ്യലി LDC സിലബസിലുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയും നമ്മൾ PSC ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾ മാത്രമല്ല, ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട SCERT NCERT കണ്ടന്റുകളും അതോടൊപ്പം ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നുള്ള ഭാഗങ്ങൾ ആവശ്യമുണ്ട്, അവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ലാബ് അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് ആദ്യം ആരംഭിക്കാം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു സംശയം തോന്നും, അല്ലേ? തുല്യ അധികാരമാണോ? ഈ ധനകാര്യ ബില്ലുകളൊന്നും നമ്മൾ ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കുള്ളല്ലോ, രാജ്യസഭയിൽ അവതരിപ്പിക്കില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമുക്ക് സംശയമായി, അതുകൊണ്ട് നമ്മൾ അവിടെ വെക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. ഇത് ശരിയാണോ? അല്ല, അല്ലെ? വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റാണ്. നിയമനിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന വളരെ ബേസിക് ഫാക്റ്റാണ്. ധനകാര്യ ബില്ലുകൾ ആദ്യം നമ്മൾ എവിടെ തുടക്കം കുറിക്കുള്ളൂ? ലോകസഭയിലാണ് തുടക്കം കുറിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷൻ ശരിയാവോ? ഇല്ല. നമ്മളോട് ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തെറ്റുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വരുന്ന ആൻസർ ഓപ്ഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അപ്പം ഇത് 3 സ്റ്റേറ്റ്മെന്റും പോയല്ലോ. ഇനി എന്തെങ്കിലും സംശയം നമുക്ക് ബാക്കിയുണ്ടോ? നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പരിമിതമായ വീറ്റോ അധികാരം നമുക്കറിയാം. ഏതൊരു ബില്ലും നിയമമാവണമെങ്കിൽ അവസാനം പ്രസിഡന്റിന്റെ അംഗീകാരം ആവശ്യമാണ്, അല്ലെ? പ്രസിഡന്റ് ഒപ്പുവെക്കണം. അപ്പൊ ഏതൊരു ബില്ലും പാർലമെന്റ് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് അയക്കുന്ന സമയത്ത് പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേ പാർലമെന്റിന് റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ല് തിരിച്ചയക്കാൻ പറ്റും. പക്ഷേ ഇതേ പാർലമെന്റ് തന്നെ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരുത്താതെ അതേപടി വീണ്ടും പ്രസിഡന്റിന് അയക്കുകയാണെങ്കിൽ പിന്നെ പ്രസിഡന്റിന് ഒരു ഓപ്ഷനും ഇല്ല, പ്രസിഡന്റിന് സൈൻ ചെയ്തേ മതിയാകുള്ളൂ. അപ്പോൾ ഫലത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അയക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കാൻ പറ്റുന്ന ഒരു അധികാരം കൊടുത്തു. പക്ഷേ ഇവർ യാതൊരു വിധ ചേഞ്ച് വരുത്തിയിട്ടില്ലെങ്കിലും അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രണ്ടാമത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന് വേറെ ഓപ്ഷനൊന്നുമില്ല, ഒപ്പുവെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ പരിമിതമായ അധികാരമാണ് ഉള്ളത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT NCERT കണ്ടന്റുകൾ നോക്കാം. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, ബാക്കി ഭാഗങ്ങൾ കൂടെ പഠിക്കുന്നതിലൂടെ നമുക്ക് ഇനി വരുന്ന പുതിയ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമം അല്ല ധനബില്ലിനുള്ളത്. എന്താണ് ഒരു ധനബിൽ? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ. ഒരു ധനബിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ച് 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഫലത്തിൽ ഈ പറയുന്ന രാജ്യസഭയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു റോള് ധനകാര്യ ബില്ലിൽ ഇല്ല. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ അയച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് SCERT കണ്ടന്റ് ആണെങ്കിൽ ഇത് തുല്യതാ പരീക്ഷയിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഇതേ ടേബിൾ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാ പോയിന്റും എലാബറേറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും പറയാനുണ്ട്. അപ്പം നിങ്ങൾ ബാക്കി പോയിന്റുകൾ പഠിക്കാം. മിക്കവാറും ഈ ഒരു ടേബിളിൽ നിന്ന് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് രാജ്യസഭയുടെ അധികാരം നോക്കിക്കേ, ധനേതര ബില്ലുകളാണ് പരിഗണിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്ത് ധന ബില്ലുകൾ രാജ്യസഭയ്ക്ക് പരിഗണിക്കാൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം. ധനബില്ലുകൾക്ക് ഭേദഗതി നിർദ്ദേശിക്കാനേ ആർക്ക് സാധിക്കുള്ളൂ? രാജ്യസഭയ്ക്ക് സാധിക്കാറുള്ളൂ. അതുപോലെ നിയമനിർമ്മാണ ചുമതലകൾ ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട്. NCERT കണ്ടന്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. താഴെ പറയുന്ന അവകാശങ്ങളിൽ
കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം. ഇതും കുറെ പേർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് മൗലികാവകാശം താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, അതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അതിന് പകരം എന്ത് ചെയ്യുന്നു, കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം എന്ന് ചോദിച്ചു. നമ്മൾ നോക്കുന്ന സമയത്ത് തുല്യ ജോലിക്ക് തുല്യ വേതനം DPSPയിൽ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം DPSPയിൽ പറയുന്നുണ്ടോ? ഉണ്ട്. സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം DPSPയിലാണ്. അപ്പം എന്താണ്, അപ്പൊ നമുക്ക് മനസ്സിലായി D ആണ് എന്ത്, മൗലികാവകാശമാണെന്ന് നമുക്ക് മനസ്സിലായി. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം അതെവിടെ വരുന്നതാണ്? ആർട്ടിക്കിൾ 19 അണ്ടറിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും വ്യാപാര പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ആ സമ്മേളനം അല്ലെ, സമ്മേളനത്തിലുള്ള സ്വാതന്ത്ര്യമാണ് എന്ത്, ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന D ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ കൊടുത്തിരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19 വരുന്നത് ഇത്രയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഏതാണ്? പെട്ടെന്ന് ആൻസർ കിട്ടും അല്ലെ. കാരണം എന്താണ്, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റിപ്പോവരുത്, നിലനിൽക്കുന്നതാണ്. ഏതാണ്? കർണാടകയാണ്. അപ്പം ഇവിടെ നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. എപ്പോഴും മറന്നു പോകുന്ന സാധനമാണ് അംബുകേട്ടി എന്നുള്ളൊരു കോഡ് നമുക്കിവിടെ ഉപയോഗിക്കാം. ഇതിലൂടെ ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് കിട്ടും. ഏതാണ്? ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ്. M മഹാരാഷ്ട്ര, M മഹാരാഷ്ട്ര. B ബീഹാർ, U ഉത്തർപ്രദേശ്. പിന്നെയോ K കർണാടക അല്ലെ, കർണാടക. T തെലങ്കാന. ഇനി എന്തെങ്കിലും സംശയം വരുമോ? ഇല്ല. അപ്പൊ ഈ അംബുകേട്ടി ഒന്ന് എന്ത് ചെയ്താൽ മതി, വിപുലീകരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ഈ ജമ്മു കാശ്മീർ അങ്ങ് കട്ട് ചെയ്ത് കളയണം. കാരണം ജമ്മു കാശ്മീർ നിലവിലൊരു സംസ്ഥാനമല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലാണ്. അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, ആരും എന്തല്ല, നിയമത്തിനതീതരല്ല എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 14 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ നോക്കിക്കേ, SCERT കണ്ടന്റ് ആണ്. നിയമവാഴ്ച, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോടുകൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. അപ്പൊ ഇവിടെ നിന്നാണ്, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ് നമ്മളിത് കടം കൊണ്ടിട്ടുള്ളത്. കടം കൊണ്ട ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി NCERT PYQ+ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഇതേ കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടമെടുത്ത ആശയങ്ങൾ വിശദമായിട്ട്, അതുപോലെ ലിസ്റ്റുകളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അധികം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഈ ഓപ്ഷനും കുറച്ച് പേർക്കൊക്കെ ഒരുപാട് സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലെ, ഏതാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മളോട് ഇവിടെ ശരി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? ആണ്. അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്, അതായത് പ്രത്യേക ഭൂരിപക്ഷം. അപ്പം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം,
ഈ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഉറപ്പായിട്ടും നീക്കം ചെയ്യുക ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കൂലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവണം. ഇനിയോ പാർലമെന്റിന്റെ 2/3 2 ഭൂരിപക്ഷം, പ്രത്യേക എന്തായാലും പാർലമെന്റിന് റോൾ ഉണ്ടാവല്ലോ, അപ്പൊ പ്രത്യേക ഭൂരിപക്ഷം അതും എന്താണ്? ശരിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിചാരണ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നടക്കുന്നില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. 1ഉം 3ഉമാണ് എന്ത് ഇവിടെ ശരിയായിട്ട് വരിക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ആൻസർ കിട്ടും. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്നുള്ള കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്ന് നോക്കാം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി സംരക്ഷണം ഭരണഘടന ഉറപ്പു നൽകുന്നു. 6 വർഷമോ 65 വയസ്സ് വരെയോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് അവരുടെ നിയമന കാലാവധി. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കനുകൂലമായി തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ല എന്നതിന്റെ പേരിൽ ഭരണകക്ഷി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റാൻ ശ്രമിച്ചാൽ അതിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പ്രത്യേക ഭൂരിപക്ഷം കിട്ടാൻ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? പാർലമെന്റ് കൂടെ ഇതിന്റെ അകത്ത് വരുമ്പോൾ ഭരണകക്ഷി മാത്രമാണുള്ളത്? അല്ല, പ്രതിപക്ഷവും കൂടെ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ലക്ഷ്മികാന്തിന് ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ നോക്കിക്കേ. ഹി ഓർ ഷീ കനോട്ട് ബി റിമൂവ്ഡ് ഫ്രം ഹെർ ഓഫീസ് എക്സെപ്റ്റ് ഇൻ സെയിം മാനർ ഓൺ ദ സെയിം ഗ്രൗണ്ട് ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോടതി. ഒരു സുപ്രീം കോടതി ജഡ്ജി എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ് റിമൂവ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. എന്താണ് വേണ്ടത്? സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ് വേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെ, CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ആണ് അല്ലെ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്. അടുത്ത ചോദ്യം നോക്കുക. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അധികം പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243K അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ. ഏത് ഇലക്ഷൻ കമ്മീഷനാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. എന്നുള്ള ഒരു പ്രാസ് ഒപ്പിച്ച് നമുക്കത് പഠിക്കാം. അപ്പൊ 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ 2, 3 വരണം അല്ലെ. അപ്പൊ നമുക്ക് അവർക്കും അറിയാം, നമുക്ക് നല്ല അറിയാൻ സാധ്യതയുള്ള എന്ന് മനസ്സിലാക്കിയിട്ട് 2 എല്ലാത്തിനും ഉണ്ടല്ലേ, 3 ഓപ്ഷനിലും 3 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കാം. ഇനി 243 എന്താണ്? ധനകാര്യ കമ്മീഷൻ ആണ് അല്ലെ. സംസ്ഥാന ധനകാര്യ ധനം അല്ലെ. കണ്ണ് ധനം അല്ലെ, കണ്ണില്ലെങ്കിൽ പിന്നെ എന്താ അല്ലെ? അപ്പൊ ധനം ആലോചിക്കുക. അപ്പൊ 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണ്. അപ്പൊ 3, 2ഉം വരണം. അപ്പൊ പിന്നെ ആകെ ആൻസർ ഓപ്ഷൻ ഏതേ ഉള്ളൂ? D ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്ക് നോക്കാം. അനുച്ഛേദം 338 ഏതാണ്? ദേശീയ പട്ടികജാതി കമ്മീഷനെ സംബന്ധിക്കുന്ന അനുച്ഛേദമാണ് ഇത്. അനുച്ഛേദം 338 എന്ന് പറയുന്നത്. ശരിയല്ലേ? 4, 1 തന്നെയാണ് ആൻസർ വരുന്നത്. അനുച്ഛേദം 315 എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. 1, 4 നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളോട് തെറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആമുഖം ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ടുള്ളത് നമുക്ക് അറിയാം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 അല്ലേ. എല്ലാത്തിലൊരു ഉണ്ട്. മൗലികാവകാശം 3 എവിടെ നിന്ന് കടം കൊണ്ടു? അമേരിക്ക. അവിടെയും എന്തുണ്ട്? ഒരു ഉണ്ട് അല്ലെ. ഇനി നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധിയാണോ? നമുക്കറിയാം, നിർദ്ദേശക തത്വങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നാലും നമ്മൾ അടുത്ത ഓപ്ഷനിലോട്ട് നോക്കുക. അംബേദ്കറും ലക്ഷ്യപ്രമേയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലെ. അങ്ങനെ എങ്ങാൻ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു നമ്മളെ പിടിച്ചടിക്കും. കാരണം ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലായി ആൻസർ D ആണ്. ബാക്കി 3 എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് നമ്മുടെ
ആമുഖമായിട്ട് മാറുന്നത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇനിയോ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്? PSC മുമ്പ് പലതവണ പലതരത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 40. 4 ആൾ കൂടുമ്പോൾ നമ്മൾ പറയില്ലേ, ഓ പഞ്ചായത്ത് കൂടിയിരിക്കുകയെന്ന്, അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കൽ ആർട്ടിക്കിൾ 40. കുടിൽ വ്യവസായം 43 ആണ് അല്ലെ. 3 കുടിൽ എന്നുള്ളത് 3 അക്ഷരാണ്, അങ്ങനെ നമുക്ക് ആലോചിക്കാം. ലഹരി വസ്തുക്കൾ ഏതാണ്? 47. 4 കാലിൽ ഇഴയരുത് അല്ലെ, മദ്യം കഴിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. ലഹരി വസ്തുക്കളുടെ നിരോധനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരേ സമയം റിജിഡും ഫ്ലെക്സിബിളും ആണ് അല്ലെ. ദൃഢവും അയവുള്ളതുമാണ്. നമ്മുടെ ഭരണഘടനയെ മാറ്റം വരുത്താനൊക്കെ പറ്റുന്നതാണ് അല്ലെ, അതുകൊണ്ട് തന്നെ അയവുള്ളതാണ്. അതേസമയം ഇത് തോന്നുന്ന പോലെ ആർക്കെങ്കിലും, അതായത് ഈ പാർലമെന്റിനാണെങ്കിൽ പോലും മാറ്റാൻ പറ്റുമോ? ഇല്ല അല്ലെ. വളരെ ശ്രദ്ധിച്ച് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഭരണഘടനയിലെ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി, കേവല ഭൂരിപക്ഷം മതി. ചില കാര്യങ്ങളോ സ്പെഷ്യൽ മെജോറിറ്റി തന്നെ വേണം അല്ലെ. പിന്നെയോ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ ഈ സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത തന്നെയാണ്. ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ, അതും നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് അല്ലെ. സംസ്ഥാനങ്ങൾക്ക് ചോയ്സ് കൊടുക്കുകയാണ് അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. നമുക്കറിയാം നമ്മുടെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാം, ഏകമണ്ഡല നിയമനിർമ്മാണ സഭ വേണ്ടവർക്ക് അത് തിരഞ്ഞെടുക്കാം, ദ്വിമണ്ഡലം വേണ്ടവർക്ക് അത് തിരഞ്ഞെടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിലവിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ഉള്ളത് എന്നും പഠിച്ചു കഴിഞ്ഞതാണ് അമ്പുകേട്ടി അല്ലെ. അപ്പം 1ഉം 2ഉം ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വായിക്കുകയാണ് തന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, അതായത് ബാക്കിയൊക്കെ പോട്ടെ, ഈ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമ്മൾ വായിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഒരിക്കലും സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്, ഒരു പ്രത്യേക ഭരണഘടന ഉണ്ടാവോ? ഇല്ല അല്ലെ. എന്നാൽ നല്ല രസമായി. അപ്പൊ നമുക്ക് ആകെ ഒരൊറ്റ ഭരണഘടനയുള്ളൂ അല്ലെ, ഒരു ഏകീകൃത ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പൊ 3 ആൻസർ ഓപ്ഷനിൽ വരുമോ? ഇല്ല അല്ലെ. അപ്പൊ 3 ആൻസർ ഓപ്ഷനിൽ വരുന്ന 2 നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയല്ലേ? ആണല്ലേ. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഒക്കെ എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 1, 2, 4 ആണ്. നോക്കിക്കേ, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണിത്. ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഭരണഘടനയുടെ സവിശേഷതകൾ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. ഇനിയോ പാർലമെന്ററി ജനാധിപത്യം, അതും എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ് അല്ലെ. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ എന്താണ്? നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ, പ്രധാനമന്ത്രി ഒരേ സമയം നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും ഭാഗമാണ്, കാര്യനിർവഹണ വിഭാഗത്തിന്റെയും ഭാഗമാണ് അല്ലെ. മന്ത്രിമാര് ഒരേ സമയം നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും ഭാഗമാണ്. അപ്പൊ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്ത സവിശേഷതയാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണെന്നോ ഇന്ത്യയിൽ ഫെഡറലിസം ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കൊരു ഫെഡറൽ സ്വഭാവമാണുള്ളത്. എങ്ങനെയാണ്? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്? അത് ലിസ്റ്റുകളിലൂടെയാണ്. ലിസ്റ്റുകൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം ഞാൻ അതിലോട്ട് അധികം പോകുന്നില്ല. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള അധികാര വിഭജനം ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും മേലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധികാരം കൂടുതലുള്ളത് ആർക്ക് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് തന്നെയാണ്. ഒരേ സമയം കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറൽ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെയുള്ള ഒരു കോടതി സംവിധാനം. ഇനിയോ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളിലെ നമുക്ക് കുറെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമായി ആക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ട്.
ഇനി അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഒരുപാട് പേർക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് ഇതില്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ഭാഷാ ന്യൂനപക്ഷ കമ്മീഷൻ, അല്ലെ അറ്റോർണി ജനറൽ ഓഫീസ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സുപ്രീം കോടതി, പാർലമെന്റ്, നിയമനിർമ്മാണ സഭ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാം. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരി എന്ന് കാണുന്നു. അപ്പൊ സുപ്രീം കോടതിക്കായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്ന് ആലോചിക്കുന്നു. എന്നാ അവിടെ നിൽക്കട്ടെ. അടുത്തത്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ആണ് ഈ സവിശേഷതകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതി പങ്കാളിയാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കാം അല്ലെ, ഒഴിവാക്കി. ഇനി ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഭരണഘടന ഭേദഗതി ചെയ്യുന്നിടത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് കാര്യമാണുള്ളത് അല്ലെ? അപ്പൊ ഇതെന്തായാലും വരുമോ? ഇല്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി നിയമനിർമ്മാണ സഭ, പാർലമെന്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാ പറ്റുക? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങാൻ പറ്റുമോ? ഇല്ല. അത് പാർലമെന്റിനെ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിയമനിർമ്മാണ സഭ എന്ന് ഉദ്ദേശിച്ച് പറയുമ്പോൾ നമുക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയോ ആവാം, അത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാല്ലേ. പക്ഷേ നമുക്ക് അതിന്റെ കൺഫ്യൂഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ പാർലമെന്റ് എന്ന് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഉള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി, പാർലമെന്റ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു ടേബിളിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ: നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. കണ്ടോ, ഈ ഓപ്ഷൻ കണ്ടോ? ഇതല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന, കണ്ടോ, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. അതായത് ഇംപീച്ച്മെന്റ് നടക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ അതേ ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പം എവിടുന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് കണ്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ നമ്മൾ കാലങ്ങളായി പഠിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം 29 മുതൽ 30 വരെ അല്ലെ മൗലികാവകാശമാണ്. ഒന്ന് ആൻസറിൽ ഓപ്ഷനിൽ വരാത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അപ്പൊ 2 ആൻസർ ഓപ്ഷനിൽ വരണം. 2 വരാത്ത നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. നോക്കിക്കേ, സൗജന്യ നിയമസഹായം എവിടെ വരുന്നതാണ്? DPSPയിൽ വരുന്നതാണ് അല്ലെ. 39A ആണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം എത്രയാണ്? ആർട്ടിക്കിൾ 47 ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ മൗലികാവകാശങ്ങളിൽ 3ഉം 4ഉം വരുമോ? ഇല്ല. 1ഉം 2 വരുള്ളൂ. ഇവിടെ സൗജന്യ നിയമസഹായം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുമെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ ആകെ വരാനുള്ളത് ഏതേ ഉള്ളൂ? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണ് അല്ലെ. 1 ശരിയാണ്, നമുക്ക് മനസ്സിലായി. 1 ആൻസർ ഓപ്ഷൻ വരാത്ത നമുക്ക് ഒഴിവാക്കാം. മൗലികാവകാശങ്ങൾ 6 എണ്ണമാണല്ലോ അല്ലെ. ബേസിക് ഫാക്റ്റ് ആണ്. 2 ആൻസർ ഓപ്ഷൻ വരാത്തത് നമുക്ക് ഒഴിവാക്കാം. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആണോ? അല്ല, ജവഹർലാൽ നെഹ്റു ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പോ 3 ആൻസർ ഓപ്ഷൻ വരുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? എല്ലാം ശരിയാണ് എന്നുള്ളതിൽ 3 വരൂലേ. അപ്പൊ നമുക്ക് ഇതും ഒഴിവാക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി 1ഉം 2ഉം 4ഉം ശരിയാണ്. 4 എന്താണ്? ലിഖിത ഭരണഘടനയാണ്, അതായത് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പൊ 1ഉം 2ഉം 4ഉം എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അവകാശത്തെയാണ്? ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 32 ആണ്. ഇതേ ക്വസ്റ്റ്യൻ വേറൊരു തരത്തിൽ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു SCRT ഭാഗം പറയാം. അപ്പം നമ്മൾക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത് അല്ലെ. 6ാമത്തെ മൗലികാവകാശമാണ് ഈ പറഞ്ഞ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അതായത് ശരിക്കും ഇതെന്താണ് 6ാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത്? മേലത്തെ 5 എണ്ണവും കിട്ടിയില്ലെങ്കിൽ
എന്ത് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ നൽകുന്നത്. നമുക്ക് 6ാമത്തെ മൗലികാവകാശമായ റിട്ടുകളിലൂടെ തരുന്നത്. അപ്പൊ നോക്കിക്കേ, ഏതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ? സമത്വാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. എങ്ങനെയാണ്? നമുക്കൊന്ന് ആർട്ടിക്കിൾ കൂടെ എഴുതി വെക്കാം. 14 മുതൽ 18 വരെ സമത്വാവകാശം, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 23ഉം 24ഉം ചൂഷണത്തിനെതിരായ അവകാശം, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 29ഉം 30ഉം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നിലവിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. എത്ര തരം റിട്ട് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തരം റിട്ടുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അംഗീകരിച്ച ഡേറ്റ് ആണ് ചോദിക്കുന്നത്. ഏതാണ്? 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഒരേ ഒരു ആൻസറേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ് കൂടുതലായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളുള്ളത്. അപ്പൊ ആൻസർ ആര് തന്നെ? മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു അല്ലെ? തൊട്ടടുത്ത വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടന ഭേദഗതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ? 1951. ഭരണഘടനാ നിർമ്മാണ സവിശേഷതകൾ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. അതായത് രൂപീകരിക്കുന്നത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 6. ഡിസംബർ 9 ആദ്യ സമ്മേളനം കൂടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കാരണം എന്താ? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്? 1946 ഡിസംബർ 11. ഇനി ഭരണഘടന അംഗീകരിച്ചത്, അതായത് ഒപ്പുവെച്ച് നോക്കണ്ട, അംഗീകരിച്ചത് എപ്പോഴാണ്? 1949 നവംബർ 26. അതല്ലേ നമ്മളിപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചത് ആണ്. നിലവിൽ വന്നത് എപ്പോഴാ? 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അല്ലെ? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി എത്ര സമയം എടുത്തു ഭരണഘടന ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം 11 മാസം 17 ദിവസം ആണ്. അടുത്ത ചോദ്യം നോക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പി സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്കറിയാം വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് എല്ലാവർക്കും കിട്ടുമോ? നമുക്ക് കിട്ടുമോ? ഇല്ല. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ ചുമതലയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രം നൽകണം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A അല്ലെ? ഈ ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി 2002. ഈ 2002 86ാം ഭേദഗതിയിലൂടെ തന്നെയാണ് 11ാമത്തെ മൗലിക കടമയും കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക. നോക്കിക്കേ, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നത്. ഇതൊരു കറക്ഷനാണ്. 2010 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാവുന്നത് അല്ലെ? അതായത് ഈ പറഞ്ഞ ഭേദഗതി നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 അല്ലാതെ 2009 ഓഗസ്റ്റ് 4 എന്താണ്? പാർലമെന്റ് പാസ്സാക്കാണ് ചെയ്യുന്നത്. ഓക്കെ. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. നെക്സ്റ്റ് ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപയാണ്. പരമാവധി എത്രയാണ്? 25,000 രൂപയുമാണ്. നോക്കുക,
വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പ്ലസ് 10 കവിയാത്ത അംഗങ്ങൾ. അപ്പൊ ടോട്ടൽ എത്രയാണ്? 11. പരമാവധി അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 11 നാം ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാം. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. അപ്പൊ രാ ഇവിടെയുമുണ്ട്, ഉപരിസഭയിലും രായുണ്ട്. അപ്പൊ തിരിഞ്ഞുപോല രാജ്യസഭയാണ് ഉപരിസഭ, ലോകസഭ അധോസഭയാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണിതാ? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്, ഇത് എല്ലാവർക്കും എല്ലാ ചോദ്യപേപ്പറും വരുമ്പോഴുള്ള ഒരു സ്ഥിരം ഡൗട്ടാണല്ലേ, ശരിക്കും മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് എന്നുള്ള കാര്യം. അപ്പം എത്ര അംഗങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ 5 മുഴുവൻ സമയ അംഗങ്ങളും 7 ഡീംഡ് അംഗങ്ങൾ അല്ലെങ്കിൽ 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങളുമാണ് ഉള്ളത്. അപ്പം ഇവിടെ PSCയുടെ ഇപ്പം ഈ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള LDC എക്സാമുകളിലൊക്കെ ചോദ്യ പേപ്പർ വന്ന സമയത്ത് 5 അംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ചെയർപേഴ്സൺ പ്ലസ് എന്താണ് 5 മുഴുവൻ സമയ അംഗങ്ങളാണ്. അപ്പം ഇത് ആദ്യം 2019 വരെ, അതായത് 2019 ഒരു ഭേദഗതി വന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 1+5 എന്നുള്ള ഫോർമാറ്റിലായത്. അതിന് മുമ്പ് എത്രയായിരുന്നു? 1+4 ആയിരുന്നു. അതുകൊണ്ടാണ് ആദ്യം എന്തായിരുന്നു? മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആയിരുന്നു. ഇപ്പം മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. അതായത് ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളുടെ എണ്ണം നിലവിൽ എത്രയാണ്? 6 ആണ്. ചെയർമാൻ ഉൾപ്പെടാതെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് 5 അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. നോക്കിക്കേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ എന്ന് കണ്ടോ? ഇതെന്തുകൊണ്ടാണ്? കാരണം ഇത് അപ്ഡേറ്റ് ചെയ്യാത്ത ടെക്സ്റ്റ് ബുക്കാണ്. കാരണം എന്ന് വെച്ചാൽ SCERTയുടെ പഴയ ടെക്സ്റ്റ് ബുക്കാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഈ 2019 വന്ന മാറ്റം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ശരിക്കും അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എത്രയാണ്? 6 അംഗങ്ങളാണ്. 2019 വരെ എന്തായിരുന്നു? 5 അംഗങ്ങളായിരുന്നു ചെയർമാൻ ഉൾപ്പെടെ. അപ്പൊ ഡിഫറൻസ് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് പോവാട്ടോ. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ അധ്യക്ഷൻ. ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദിസ് കമ്മീഷൻ ഈസ് എ മൾട്ടി മെമ്പർ ബോഡി, അതായത് ഒന്നിലധികം ആൾക്കാരുണ്ട്. നോക്കിക്കേ, ചെയർപേഴ്സൺ ആൻഡ് 5 മെമ്പേഴ്സ്. ഒരു ചെയർപേഴ്സണും അതായത് ഞാൻ ഇപ്പൊ നിലവിലുള്ള കറന്റ് കാര്യമാണ് കേട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് കാര്യമാണ് പറയുന്നത്. ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? നോക്കിക്കേ, മുൻപ് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്താണ്? ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഒന്നെങ്കിൽ റിട്ടയർഡ് ആവാം, അല്ലെങ്കിൽ നിലവിലെ അല്ലെങ്കിൽ സെറ്റിംഗ്
ജഡ്ജ് ഓഫ് ദ അല്ലെ, സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആവാം. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എവിടുത്തെ സുപ്രീം കോടതിയിലെ, ഇത് കേന്ദ്ര അല്ലെ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ ചെറിയ കാര്യമൊന്നും വരില്ല, സുപ്രീം കോടതിയെ വരുള്ളൂ, അങ്ങനെ ആലോചിക്കുക. അപ്പൊ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ആണ് കേട്ടോ. സിറ്റിംഗ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇനി അടുത്തൊരു മെമ്പർ, ഇത് നമ്മൾ ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ. മെമ്പർ ഷുഡ് ബി എ സെർവിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. അപ്പൊ അടുത്ത മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത്? നിലവിലുള്ളതോ അല്ലെ, സെർവിംഗ് നിലവിലുള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയിട്ടുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജാണ് പറയുന്നത്. ഇനി അടുത്ത മെമ്പറുടെ ക്വാളിഫിക്കേഷൻ ആണ് എന്താ പറയുന്നത്? എ സെർവിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. എന്താ പറയുന്നത്? നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ഇതൊന്ന് പഠിച്ചു വെക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം ഇവിടെ എടുക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടി. അടുത്ത മെമ്പറുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഒരു സുപ്രീം കോടതി ജഡ്ജ് അല്ലെ, സുപ്രീം കോടതി ജഡ്ജ്. ഇനി എന്താണ് വേണ്ടത്? അടുത്തത് നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ വേണ്ടത്? ജഡ്ജാണോ? അല്ല, ചീഫ് ജസ്റ്റിസ് ആണ് വേണ്ടത്. ഇനി എന്താണ് വേണ്ടത്? ഹാവിംഗ് നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ റൈറ്റ്സ്. അങ്ങനത്തെ എത്ര പേരാണ് വേണ്ടത്? 3 പേരാണ് വേണ്ടത്. അതായത് മനുഷ്യാവകാശങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമത്തിൽ വിദഗ്ധരായിട്ടുള്ള പ്രാഗൽഭ്യമുള്ള 3 പേര് വേണം. ആ 3 പേരിൽ ഒരാൾ എന്തായിരിക്കണം? 3 പേര് വേണം. അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയും ആയിരിക്കണം. മുമ്പ് ഇങ്ങനെ വനിത വേണമെന്നുണ്ടായിരുന്നില്ല. അതുപോലെ മുമ്പ് എന്തായിരുന്നു? 2 പേരായിരുന്നു. ഇപ്പോഴാണ് എന്താക്കിയിട്ടുള്ളത്? 2019 എന്തായിട്ടുള്ളത്? ഇങ്ങനെ 3 പേര് വേണം, അതിലൊരാൾ വനിതയായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇത് സംശയം ഉണ്ടാവില്ല, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെയോ കണ്ടോ, 7 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആണ് അല്ലെ, 7 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആണ്. 7 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 7 എക്സ് ഒഫിഷ്യോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇനിയും തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അവിടെ പറഞ്ഞുതരാം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? നേരത്തെ ചോദിച്ചത് ഒന്ന് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് അല്ലെ. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 32 എന്താ അംബേദ്കർ പറയുന്നത്? ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം എന്താ? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ആരാ? BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. അതായത് ശരി കണ്ടുപിടിക്കാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഇന്നത്തെ രാജ്യസഭാ ഇലക്ഷന്റെ അതേ ഫോർമാറ്റിൽ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് നമ്മൾ കട്ട് ചെയ്തു. 1946 ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ് അല്ലെ. ക്യാബിനറ്റ് മിഷന്റെ ദൗത്യം അല്ലെ, ക്യാബിനറ്റ് മിഷൻ കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ 2 എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണം. 2 ഓപ്ഷനിലും വരുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങളല്ല 15 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4 എന്തായാലും ശരിയാവണം അല്ലെ. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. നമുക്കറിയാം ഭരണഘടന അംഗീകരിക്കുന്ന ദിവസം എന്നാണ്? 1949 നവംബർ 26 അന്ന് അന്തിമ കരട് രേഖയാണ് അംഗീകരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ചു പേർക്ക് ഡൗട്ട് തോന്നും, 17 അല്ലേ വനിതകൾ എന്ന്. യെസ്, ശരിക്കും 17 ഉണ്ടായിരുന്നു. പക്ഷെ 2 പേര് എന്ത് ചെയ്യുന്നുണ്ട്? പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിൽ PSC ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്തൊന്നും ആ 2 പേരെ കണക്കാക്കാറില്ല. 15 എന്ന് തന്നെയാണ് എന്ത് ആൻസർ കൊടുക്കാറുള്ളത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ വനിതാ അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 15 ആണ്.
വിഭജനത്തിന് ശേഷം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 15ആണ്. ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതാംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 9ആണ്. ഇനി മലയാളി വനിതകൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3ആണ് കേട്ടോ. അപ്പം ആകെ വനിതാംഗങ്ങളാണ്. വിഭജനത്തിന് ശേഷം 15ആണ്. ആദ്യ മീറ്റിംഗ്, ഇതൊക്കെ PSC ചോദിച്ചതാണ്. ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്ത വനിതകൾ എത്രയാണ്? 9ആണ്. അതുപോലെ തന്നെ മലയാളി വനിതകൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരാണ്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത്? നോക്കിക്കേ. ഇതും PSC ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിഭക്ത ഇന്ത്യ 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അന്ന് ഇന്ത്യ വിഭജിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അവിഭക്ത ഇന്ത്യ, വിഭജിക്കാത്ത ഇന്ത്യക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അതായത് അന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു അല്ലെ, അതായത് ഇന്നത്തെ സ്റ്റേറ്റ് പോലെ അന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്നത്തെ നിയമസഭകൾ പോലെ അവിടെ എന്തുണ്ട്? പ്രവശ്യ നിയമ നിർമ്മാണ സഭകൾ രൂപീകരിക്കുന്നുണ്ട്. നിയമ നിർമ്മാണ സഭകൾ രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അതുപോലെ ഏത് തെരഞ്ഞെടുപ്പ് രീതിയാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ വോട്ട് ചെയ്ത ജനപ്രതിനിധികൾ അല്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി ആയിരുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നമ്മൾ എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെ പരോക്ഷ തെരഞ്ഞെടുപ്പായാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന, അല്ലെ, യോജിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരി തെരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. നമുക്ക് സംശയമായില്ലേ? കാരണം നമ്മൾ വായിച്ച ആമുഖത്തിലൊക്കെ നാം ഭാരതത്തിലെ ജനങ്ങളായ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും സംശയമായിട്ട് നമ്മൾ അവിടെ വെക്കട്ടെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ എന്നാണ് പറയുന്നത്. അത് ശരിയല്ലേ? ആണ്. നമ്മൾ കുറേ തവണയായി ഇത് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ 2 ആൻസർ ഓപ്ഷൻ വരാത്തത് നമുക്ക് ഒഴിവാക്കാം. എല്ലാത്തിലും 2 ഉണ്ട്. അപ്പൊ PSCക്കും അറിയാം, നമുക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. അത് ശരിയാണ്. നമ്മുടെ ആമുഖം ഇതുവരെ ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഈ പറയുന്ന 42ാം ഭേദഗതിയാണ്. ഈ ഭേദഗതിയിലൂടെ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ്, സെക്യുലറിസം, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ 3 ആൻസർ ഓപ്ഷൻ വരാത്തത് നമുക്ക് ഒഴിവാക്കാം. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ആണോ? അല്ല. ആമുഖം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ആമുഖം അമേരിക്ക. രണ്ടിലുമായി ഉണ്ടല്ലോ? ഉണ്ട്. അപ്പം 4ാമത്തെ ആൻസർ ഓപ്ഷൻ വരുമോ? ഇല്ല അല്ലെ. നമ്മളോട് ശരി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ 4 വരുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പൊ ഇവയെല്ലാം എന്ന് പറഞ്ഞ ആൻസർ എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാം. അപ്പം ഇവിടെയും നമ്മൾ ഒന്ന് പെട്ടു അല്ലെ. കാരണം 2ഉം 3ഉം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ 1. അപ്പം ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാം ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാക്ക് എന്താണ്? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല അല്ലെ. നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ആരംഭിക്കുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ. അപ്പം വി ദ ജനങ്ങൾ
ഇന്ത്യ അല്ലെ. ഭാരതത്തിലെ ജനങ്ങളായ നാം എല്ലാം എന്താണ്? ഒരേ അർത്ഥമാണ്. അപ്പൊ നമ്മുടെ ആമുഖം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആമുഖം നന്നായിട്ട് പഠിക്കുക. ആമുഖത്തിൽ ഈ വാക്കുകളൊക്കെ ഓർഡർ ആക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം വരുന്ന ഏതാണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. അപ്പം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തത് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഏതാണ് ആ ഭേദഗതി? 42ാം ഭേദഗതി 1976 ഏതൊക്കെയാണ് ആ വാക്കുകൾ? സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്ഥിതി സമത്വം, സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം. ഇനി എന്താണ്? ഇന്റഗ്രിറ്റി. ഇതിന് നമ്മൾ കുറച്ചധികം മലയാളം വാക്കുകൾ ഉപയോഗിക്കും. സമഗ്രത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഉദ്ഗ്രഥനം എന്ന് പറയാം അല്ലെ, അഖണ്ഡത എന്നും പറയാം. ഇനി ഈ ആദ്യത്തെ സെറ്റ് ഓഫ് വാക്കുകൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പസോമാജെറി എന്നുള്ള കോഡ് ഉപയോഗിക്കാം. പസോമാജെറി അല്ലെങ്കിൽ പസമജെറി എന്ന്. പരമാധികാരം, അല്ലെ സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഞാൻ ഉണ്ടാക്കിയ കോഡൊന്നല്ല കേട്ടോ, കാലങ്ങളായിട്ട് ഓടുന്ന കോഡാണ്. അപ്പോൾ ഈ ഒരു പസോമാജെറി എന്നുള്ള കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ഇത് ഓർത്ത് വെക്കാൻ പറ്റും. അടുത്ത സെറ്റ് ഓഫ് വാക്കുകളാണ് എന്ത്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏറ്റവും അവസാനം വരുന്ന വാക്ക് ഏതാണ്? സാഹോദര്യം ആണ്. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ അധികാര സ്രോതസ് ജനങ്ങളാണ്. അതെവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? ആമുഖത്തിലാണ്. കണ്ടോ, നമ്മുടെതാ ആരംഭിക്കുന്ന എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു. അപ്പൊ ഭരണഘടനയ്ക്ക് എവിടെ നിന്നാണ് അധികാരം ലഭിക്കുന്നത്? അത് ജനങ്ങളിൽ നിന്നാണ്. അത് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. ഈ 42ാം ഭേദഗതി കാലത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ 44ാം ഭേദഗതി പറയാം. 44ാം ഭേദഗതി കാലത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി ആണ്. പിന്നെയോ പ്രസിഡന്റ് ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. അപ്പൊ സ്ഥിരം ഇത് ചോദിക്കാറുണ്ട്. വളരെ ബേസിക് ഫാക്ട് ആണെങ്കിലും ഇത് തിരിഞ്ഞു പോകും എപ്പോഴും. അപ്പൊ അതിന് ഇങ്ങനെ ആലോചിക്കാം. 44ലും ലായുണ്ട്, നീലം സഞ്ജീവ റെഡ്ഡിയുടെ നീലത്തിലും ലായുണ്ട്. അപ്പൊ അങ്ങനെ ആലോചിക്കാം കേട്ടോ. 44 മൊറാർജി ദേശായി ആണ് പ്രധാനമന്ത്രി. 44ാം ഭേദഗതി കാലത്ത്. വർഷം 1978 ആണ്. 42ാം ഭേദഗതി 1976. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. അപ്പം നമുക്ക് ഏതൊക്കെ തരത്തിൽ പൗരത്വം നേടാം, ഏതൊക്കെ തരത്തിൽ പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പം നമുക്ക് എത്ര തരത്തിൽ പൗരത്വം നേടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തരത്തിൽ പൗരത്വം നേടാം. എത്ര തരത്തിൽ പൗരത്വം നഷ്ടപ്പെടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പൗരത്വം നഷ്ടപ്പെടാം. അടുത്ത ചോദ്യം നോക്കുക. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. UPSC എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. നീതി ആയോഗ് ഭരണഘടനാ സ്ഥാപനമാണോ? അത് നമുക്ക് സംശയമാണെങ്കിൽ അവിടെ വെക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറ്റോർണി ജനറലും ഒക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. നീതി ആയോഗ് എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. നെക്സ്റ്റ് ചോദ്യം, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? വനിതാ സംവരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് അല്ലെ. അപ്പൊ ഇതാണോ ആൻസർ ഓപ്ഷൻ വരിക അല്ലെ? ഏതൊരാളും പെട്ടെന്ന് ഇതിലോട്ട് പോകും. അതിന് തന്നെയാണ് അങ്ങനെ കൊടുത്തത്. ഇവിടെ ഒരു വാക്ക് കുറവുണ്ട് അല്ലെ. ഏതാണ് ആൻസർ വരിക? സി ആണ്. നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പൊ ഇത് രാജ്യസഭ പാസാക്കിയതെന്ന്, ലോകസഭ പാസാക്കിയെന്ന്, പ്രസിഡന്റ് ഒപ്പിട്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. രാജ്യസഭയല്ല, ആദ്യം ലോകസഭയാണ് പാസാക്കുന്നത്. എപ്പോഴാണ്? നമ്മുടെ 2023 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19 20 പാസ്സാക്കുന്നു. അതായത് 19 അവതരിപ്പിക്കുന്നു, 20 പാസ്സാക്കുന്നു. റിപ്പീറ്റ്.
ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്. 106 ഭേദഗതി എന്താണ്? വനിതാ സംവരണ ബില്ലാണ് അല്ലെ, വനിതാ സംവരണ ബില്ല്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയമം എന്നാണ്. കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ആ നാരി ശക്തി അധിനിയമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ബബിൾ ചെയ്യും. ശ്രദ്ധിക്കണം, എപ്പോഴും എക്സാം ഹോളിൽ നമുക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞൊരു സാധനം വേണം. നമ്മളെ തെറ്റിക്കാനാണ് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയമാണ്. ഈ നിയമം ലോകസഭ പാസാക്കിയതും രാജ്യസഭ പാസാക്കിയതും പ്രസിഡന്റ് ഒപ്പുവെച്ചതുമായിട്ടുള്ള ആ ഡേറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലോകസഭയാണ് ആദ്യം പാസാക്കുന്നത്. ലോകസഭ പാസാക്കുന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 20-നാണ്. എല്ലാം 2 തൊട്ടാണെന്ന് പഠിക്കുക കേട്ടോ. 2-ലാണ് തുടങ്ങുന്നതെന്ന് പഠിച്ചു വെക്കാം, എന്നാൽ മാറിപ്പോവില്ല. രാജ്യസഭയോ 2023 സെപ്റ്റംബർ 21-ന്. ഇനി നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന എന്നാണ്? ഇതൊക്കെ PSC ചോദിച്ചതാണ്. 2023 സെപ്റ്റംബർ 28. അപ്പൊ ഒരുപാട് കഴിഞ്ഞ എക്സാമുകൾ, ഈ 2024 കഴിഞ്ഞ ഒരുപാട് എക്സാമുകളിൽ ഈ വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷേ LDCയിലുള്ള സ്റ്റേജുകളിൽ നമുക്കറിയാം വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടില്ല. അപ്പൊ മിക്കവാറും ഇനി വരുന്ന സ്റ്റേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 28 കേട്ടോ. രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന എപ്പോഴാണ്? 2023 സെപ്റ്റംബർ. റിപ്പീറ്റ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2023 സെപ്റ്റംബർ 28-നാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഡേറ്റുകളും നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. 2023 പഠിക്കണമെന്നില്ല, കഴിഞ്ഞ വർഷം എന്ന് പഠിക്കാം. അതുപോലെ തന്നെ സെപ്റ്റംബറിലാണ് ആദ്യം ലോകസഭയാണ് പാസ്സാക്കിയെന്ന് പഠിച്ചു വെക്കുക. ഇല്ലെങ്കിൽ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. എന്നിട്ട് ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. രാജ്യസഭ തൊട്ടടുത്ത ദിവസമാണ് പാസ്സാക്കിയെന്നും കൂടെ ആലോചിച്ച് വെക്കുക. അതുപോലെ 20-ലാണ് തുടങ്ങുന്നതെന്നും ആലോചിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? അത് ഗവർണറാണ്. നോക്കിക്കേ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. കൃത്യമായിട്ടുള്ള സ്ട്രെങ്തോ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കാം. ഇവിടെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ വായിക്കാം. സിവിൽ സർവീസ് അഥവാ ഉദ്യോഗസ്ഥ വൃന്ദത്തെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി തെരഞ്ഞെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ആര്? ഭരണഘടനാ കർത്താക്കൾ അല്ലേ? ഇന്ത്യ ഗവൺമെന്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. സമാനമായി സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്? പബ്ലിക് സർവീസ് കമ്മീഷനുകളുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ അവരെ നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ പാടുള്ളൂ. ഇനി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യമാണ്. ഉണ്ടാവും നമുക്കറിയാം അല്ലെ. അപ്പം അമേരിക്കയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഭേദഗതിയിലെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഏതാണ് ആ ഭേദഗതി? 42-ാം ഭേദഗതിയാണ്. അപ്പം കടം കൊണ്ട ആശയങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ നിയമവാഴ്ച, അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ FPTP സിസ്റ്റം ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. അതുപോലെ പാർലമെന്ററി ഭരണ സംവിധാനം, സ്പീക്കർ സ്ഥാനം, അദ്ദേഹത്തിന്റെ പദവി, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. ഇനിയോ USA നമുക്കൊരു ഉണ്ട് നമുക്കറിയാം അല്ലെ. ആമുഖവും നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ, നീതിന്യായ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. പിന്നെ നമ്മൾ അയർലൻഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. കാനഡയിൽ നിന്നാണ് നമ്മൾ അർദ്ധ ഫെഡറൽ ഗവൺമെന്റും അധികാരങ്ങളും കടം കൊണ്ടിരിക്കുന്നത്. ദെൻ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഒരു വാക്കും കൂടെ ഉണ്ട്, എന്താണ്? റിപ്പബ്ലിക്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക്കും നമ്മൾ എവിടെ നിന്ന് തന്നെയാണ്? ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ നീതി എന്ന വാക്ക് അല്ലെ, നമ്മുടെ ആമുഖത്തിൽ കാണുന്ന വാക്കാണ് നീതി. ഇത് നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടത്? ഇത് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കേട്ടോ. സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം,
ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? അടിമത്തം, ബാലവേല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ചൂഷണം ചെയ്യാണല്ലേ? സ്വാഭാവികമായിട്ടും എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശമാണ്. 23ഉം 24ലുമായിട്ടാണ് ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കിക്കേ. ബാലവേല നിരോധനം നിഷ്കർഷിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 24. ഇത് മറന്നു പോകാതിരിക്കാൻ നമുക്ക് ആലോചിക്കാൻ പറ്റും. ബാലനിൽ ലായുണ്ട്, 24ലും ലായുണ്ട്. ഇനി എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയാണ് ഈ പറയുന്ന ബാലവേലയുടെ പരിധിയിൽ വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ 14 വയസ്സാണ്. അവിടെയും എന്തുണ്ട്? ലായുണ്ട്. അപ്പൊ നമുക്ക് ഓർക്കാൻ എളുപ്പമല്ല, എല്ലാം ലായാണ്. ബാലൻ 24, 14. ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തലാണല്ലോ ചൂഷണം. വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സംരക്ഷണം നൽകുന്നു. മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുവാനും അടിമയാക്കുന്നതിനും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും 23-ാം വകുപ്പ് നിരോധിക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റു തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് ഭരണഘടനയുടെ 24-ാം വകുപ്പ് നിരോധിക്കുന്നു. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇതിനോട് സാമ്യമുള്ള ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? മുൻപ് ചെയ്തു അല്ലെ? തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിരിക്കുകയാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3 മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അധികം ഒന്നും പറഞ്ഞില്ല അല്ലെ? അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഗം 4A നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 മൗലിക കർത്തവ്യങ്ങളാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്നാണ്. കാരണം എന്താണ്? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഭരണഘടനയിൽ ഇല്ല. ഏന്ന് കണ്ടോ? പിന്നീട് കൂട്ടിച്ചേർത്ത. എപ്പോഴാണ്? 1976 42ാം ഭേദഗതിയിലൂടെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അന്ന് എത്ര എണ്ണം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 10 എണ്ണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എപ്പം? 1976 42ാം ഭേദഗതിയിലൂടെ. പിന്നെ ഈ 11ാമത്തത് എപ്പോഴാണ് ഉൾപ്പെടുത്തുന്നത്? അത് നമുക്കറിയാം. 1976 അപ്പൊ 11ാമത്തെ മൗലിക കടമ എപ്പോഴാണ് ഉൾപ്പെടുത്തുന്നത്? നമുക്കറിയാം 86ാം ഭേദഗതിയിലൂടെ 2002 തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥ. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അല്ലെ? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. നമ്മുടെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, രാജ്യസഭ ഇലക്ഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഹെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഏക കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായം എന്നും ലിസ്റ്റ് സിസ്റ്റം എന്നും. ലിസ്റ്റ് സിസ്റ്റം ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഈ ഹെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഏക കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇതിനെ ലിസ്റ്റ് വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അത് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നില്ല. നോക്കിക്കേ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് എന്ത്? ഹെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഏക കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായം എന്ന് പറയുന്നത്. ഹെയർ വ്യവസ്ഥ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് ഹെയർ എന്ന ഇംഗ്ലീഷുകാരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ 2 പുസ്തകം നിങ്ങൾ പഠിക്കാനുണ്ട്. 1851 മെഷനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിലാണ് തോമസ് ഹെയർ എന്ത് ചെയ്യുന്നത്? ഈ വ്യവസ്ഥ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്, കൂടുതൽ വികസിപ്പിക്കുന്നത് ഏത് കൃതിയിലാണ്? ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന കൃതിയിലാണ്. അപ്പൊ മെഷനറി ഓഫ് റെപ്രസെന്റേഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഈ ഒരു വ്യവസ്ഥ ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത്. ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന കൃതിയിൽ ഈ വ്യവസ്ഥയെ കൂടുതൽ വികസിപ്പിച്ചു. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ 2 പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ളതാണ് അല്ലേ? അപ്പം ഇങ്ങനെ ആലോചിക്കുക, ഇലക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമല്ലോ. അപ്പം മെഷീനാണ് ആദ്യം വരുന്നതെന്ന് ആലോചിച്ച് വെക്കുക നമ്മുടെ മനസ്സിൽ. മെഷീൻ വന്നിട്ടാണ് ഇലക്ഷൻ നടക്കുള്ളൂ അല്ലേ? അല്ലാതെ ഇലക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പം അങ്ങനെ ആലോചിക്കുക. അപ്പം ഇവിടെ ചോദ്യത്തിൽ എന്താണ് വന്നിരിക്കുന്നത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. അപ്പൊ ഏത് കൃതിയിലാണ് ഈ വ്യവസ്ഥ അവതരിപ്പിച്ചതെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പം ആദ്യം എന്താണ്?
മെഷീന്റെ കാര്യമാണ് അല്ലെ ഇവിടെ ചോദിച്ചതെന്ന് ആലോചിക്കുക. അപ്പം മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിലാണ്. പിന്നീട് അദ്ദേഹം ഇത് വികസിപ്പിച്ചതാണ് ഏത് കൃതിയിൽ? ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്. അപ്പം എന്താണ്, ഇലക്ഷൻ നടക്കണമെങ്കിൽ മെഷീൻ വേണം, ആദ്യം മെഷീൻ ആണ് വരുന്നതെന്ന് ആലോചിക്കുക. ഇങ്ങനെയല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, മറന്നു പോവും. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടില്ലേ? ഉണ്ട് അല്ലെ. 33% മിനിമം ആണ് അല്ലെ. 33% അല്ലെങ്കിൽ 1/3 സീറ്റുകൾ എന്ത് ചെയ്യണം, സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം. എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഇനി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 11 പഞ്ചായത്ത് അല്ലെ, പട്ടിക ഇങ്ങനെ പഠിച്ചാൽ മാറിപ്പോവില്ല കേട്ടോ. ഇനി ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേ, പ്രസിഡന്റും വാർഡ് മെമ്പറും രണ്ടിൽ ആരാ മേലെ നിൽക്കുന്ന ആള്? പ്രസിഡന്റ് ആണ് അല്ലെ. അപ്പം അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് മെയിൻ ആവുന്ന പരിപാടിയാണ് അല്ലെ, നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പം ഈ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ വാർഡ് മെമ്പർ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കോ? ഇല്ല. അപ്പൊ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പ്രസിഡന്റുമാണ്. അപ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അധികം ക്വസ്റ്റ്യൻസ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നില്ല. അപ്പൊ ഗ്രാമസഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. 73ാം ഭരണഘടനാ ഭേദഗതിയിൽ ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. പഞ്ചായത്ത് പ്രദേശത്ത് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രായപൂർത്തിയായ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രാമസഭ എന്ന് വിളിക്കുന്നത്. ഗ്രാമസഭ വർഷത്തിൽ 2 പ്രാവശ്യം ചേർന്നിരിക്കണം, അതായത് മിനിമം. ഗ്രാമസഭയുടെ പങ്കും പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസാക്കുന്ന നിയമം അനുസരിച്ചിട്ടാണ്. അപ്പം 73 and 74 ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 73 പഞ്ചായത്ത് രാജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്കിൽ 74 എന്താണ്? മുനിസിപ്പാലിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 243A ആണ്. അപ്പം ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ടാവും, കാരണം കുറച്ചധികം ക്വസ്റ്റ്യൻസും കുറച്ചധികം കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുള്ളാവും. ഈ സാധനങ്ങളെല്ലാം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ കട്ടിങ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യാനും ഒക്കെ പറ്റും. നിങ്ങൾക്കൊരു ലാസ്റ്റ് എക്സാമിനോടനുബന്ധിച്ചിട്ട് പഠിക്കാൻ പറ്റിയൊരു ക്ലാസ്സാണിത്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യനോടനുബന്ധിച്ച് കൊടുത്തിരിക്കുന്ന കണ്ടന്റുകളൊക്കെ തന്നെയും ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ SCRT ചാപ്റ്ററുകളും ഒന്നിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വന്ന് എടുക്കുക. ഇവിടുത്തെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെയും ഇങ്ങനെ ഏത് SCRT ഏത് ചാപ്റ്റർ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്, അത് പറയാതിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PDF ടെലഗ്രാമിൽ നിന്ന് എടുക്കുക. സ്മാർട്ട് PSC എന്ന പേരിൽ തന്നെയാണ് ടെലഗ്രാം ചാനൽ ഉള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.